പൂക്കളെ ഇഷ്ടപ്പെടാത്തവരായി ആരാ ഉള്ളത്? നമ്മുടെയൊക്കെ വീട്ടിൽ സാധാരണ കല്യാണമൊക്കെ നടത്തുമ്പോൾ നമ്മൾ സാധാരണ പൂക്കളൊക്കെ വെച്ച് അലങ്കരിക്കാറുണ്ട്, പ്രത്യേകിച്ചും ജർബറ പോലുള്ള പൂക്കൾ. ജർബറയുടെ ഫാം നടത്തുന്ന ഒരു വനിതയാണ് ഇന്നത്തെ വനിതയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്, മരിയ ബിജു. ഹലോ മരിയ. മരിയയുടെ പൂക്കളുടെ നടുവിലാണല്ലേ നമ്മളിപ്പോ. നല്ല രസമുണ്ട് ശരിക്കും ഇവിടെ നിൽക്കാനായിട്ട്. എങ്ങനെയാ മരിയക്ക് ഇങ്ങനെ പൂക്കളോടൊരു താല്പര്യം തോന്നി തുടങ്ങിയത്? ഇവിടെ കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡ് അവിടെ ചെന്നപ്പം എല്ലാവരും ഭയങ്കര കൃഷിയോട് താല്പര്യമുള്ള ആൾക്കാരാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വന്ന് താമസിക്കേണ്ടി വന്നു. ഇവിടുത്തെ തോട്ടം നോക്കാനായിട്ട് കുമളിയിൽ വന്ന് താമസിക്കേണ്ടി വന്നു. ഇവിടെ വന്ന് തോട്ടം ശരിക്കും തമിഴ്നാട്ടിലായിരുന്നു, പക്ഷെ ഇവിടാണ് സെറ്റിൽ ആയത് ഞങ്ങള് പറ്റുന്നതായിട്ട്. അങ്ങനെ ഇവിടെ താമസിക്കുന്ന സമയത്ത് ഇവിടത്തെ തണുപ്പ് യൂട്ടിലൈസ് ചെയ്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം വന്നു. അങ്ങനെയാണ് ഇതിനകത്തോട്ട് വരുന്നത്. ആദ്യം ഇംഗ്ലീഷ് വെജിറ്റബിൾസ് ചെയ്യാനായിരുന്നു ആഗ്രഹം. അത് നമ്മളിങ്ങനെ അതെന്തോ അങ്ങ് നടന്നില്ല. അത് പിന്നെ ഇങ്ങനെ ഇതിനകത്തോട്ട് വന്നു. എന്തുകൊണ്ടാണ് ഒരു ഇംഗ്ലീഷ് വെജിറ്റബിൾസിനോടൊക്കെ ഒരു താല്പര്യം തോന്നിയത്? ഇവിടുത്തെ തണുപ്പ് കണ്ടിട്ട് തന്നെ, തണുപ്പ് അനുസരിച്ചിട്ട് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ കുമളി ഒരു ഒത്തിരി റിസോർട്ടിന്റെയും ഒത്തിരി ടൂറിസ്റ്റ് ഒക്കെ വരുന്ന ഒരു ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് ആണ്. അപ്പം ഇതൊക്കെ ഉണ്ടാക്കിയാൽ ഇവിടെ അതിന് തന്നെ ഒരു നല്ല മാർക്കറ്റ് ഉണ്ട്. അങ്ങനെ ഹോട്ടൽസിലൊക്കെ സപ്ലൈ ചെയ്യാന്ന് ഓർത്തിട്ടാണ് അങ്ങനെ അങ്ങ് പ്ലാൻ ചെയ്തത്. അപ്പൊ അതല്ലെങ്കിൽ തന്നെ മരിയയുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടായിരുന്നു? ഇത് വേറെ എവിടെയെങ്കിലും മാർക്കറ്റ് ചെയ്യാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അങ്ങനെ ഒത്തിരി സീരിയസ് ആയിട്ട് അതിനകത്തോട്ട് വന്നില്ല. പിന്നെ എനിക്കൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട്, അങ്ങോട്ട് അവർക്കും ഒക്കെ ആയിട്ട് ഇതങ്ങ് അങ്ങനെ ഓർത്താണ് ഞാൻ ഇതിലോട്ടങ്ങ് അത് ചിന്തിച്ചത്. എന്തായാലും ഓർഗാനിക് ഇതാണല്ലോ അല്ലേ? അങ്ങനെ ഓർഗാനിക്കിൽ അങ്ങനെ ചെയ്യാനായിരുന്നു, ഓർഗാനിക് കൾട്ടിവേഷൻ നടത്തി ചെയ്യാനായിരുന്നു പ്ലാൻ ഇരുന്നത്. എന്തായാലും ശരി, വെജിറ്റബിൾസ് നിന്നിട്ടൊക്കെ മാറി നല്ല പൂക്കളുടെ അടുത്തേക്ക് വന്നിരിക്കുക അല്ലെ? എങ്ങനെയാ അതിന്റെ ഒരു പ്ലാൻ ട്വിസ്റ്റ് നടന്നത് എവിടെയാണ്? അത് അങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങളുടെ റിലേറ്റീവിന്റെ വീട്ടിൽ തന്നെ ഒരു ഫ്ലോറികൾച്ചറിന്റെ ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്തു. ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തു ക്ലാസ്സിന് വേണ്ടിയിട്ട്. അപ്പൊ അവിടെ പ്രൊഫസർ ജേക്കബ് കൂന്തറിയായിരുന്നു ക്ലാസ് എടുത്തിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം അദ്ദേഹത്തിന്റെ സജഷൻ ആയിരുന്നു ഇങ്ങനെ ജർബറ ട്രൈ ചെയ്യാൻ വേണ്ടി. പിന്നെ അങ്ങ് അതിലോട്ടങ്ങായി. പിന്നെ ഒന്നും ചിന്തിച്ചില്ല. അപ്പൊ ഈ ജർബറ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചപ്പോഴും മരിയക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ഇത് വിജയിക്കും അങ്ങനെ ഒരു ടെൻഷൻ എപ്പോഴെങ്കിലും? അങ്ങനെ ഒരു ടെൻഷൻ ഇല്ല. കാര്യം നമ്മൾ എന്തെങ്കിലും കുഴിച്ചു വെച്ചാൽ അത് എന്തായാലും അതിന് റിസൾട്ട് നമുക്കുണ്ടാവും. ടെൻഷൻ ഇല്ലായിരുന്നു അല്ലെ? അപ്പൊ കൃഷിയൊക്കെ എങ്ങനെയാണ് ചെറുപ്പം തുടങ്ങി ഇഷ്ടമായിരുന്നോ? വീട്ടിലിങ്ങനെ കണ്ട് ശീലിച്ചേക്കുന്നു, കൃഷി ചെയ്ത് അതിന്റെ ഒരു ശീലം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഹസ്ബൻഡ് ഏതായാലും ഈ ഫീൽഡിൽ തന്നെയാണല്ലോ, അപ്പൊ അദ്ദേഹത്തിന്റെ ഹെൽപ്പ് എനിക്ക് കിട്ടും. അപ്പൊ എനിക്ക് തന്നെയായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിനകത്തോട്ട് വരുന്നത്. പറഞ്ഞപ്പം ഹസ്ബൻഡിനും താല്പര്യമായി. അപ്പൊ ചെറുപ്പത്തിലൊക്കെ ആണെങ്കിൽ തന്നെ ഇപ്പൊ പഠിക്കുന്ന കാലത്തൊക്കെ ആണെങ്കിലും പൂക്കളെ സ്നേഹിക്കുക, പൂക്കൾക്ക് വളരുക, ഒരു ഇപ്പൊ പറഞ്ഞ മാതിരി ഒന്ന് കുഴിച്ചു വെച്ചാൽ എന്തെങ്കിലും ഉണ്ടാകും എന്നുള്ളൊരു അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നോ ചെറുപ്പത്തിലെ? അന്നൊക്കെ അധികം ചെയ്യാറില്ലായിരുന്നു, പക്ഷെ ഒരു വീട്ടിലൊക്കെ ഒരു ഫംഗ്ഷൻ നടന്നാൽ പൂ അറേഞ്ച് ചെയ്യാൻ ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പൊ കടയിലൊക്കെ പോയി വാങ്ങിച്ച് അങ്ങനെ അത് ചെയ്യാൻ ഭയങ്കര താല്പര്യമായിരുന്നു. ശരി, ഈ ജർബറയുടെ ഇപ്പൊ ഇതിലോട്ട് വന്നു അല്ലെ? അപ്പൊ ഇതിന്റെ ഒരു നടീലിന്റെ രീതി അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? എങ്ങനെയാണ് പഠിച്ചത്? ആദ്യം തന്നെ 2-3 ഫാംസ് വിസിറ്റ് ചെയ്തു. എവിടെയാണ്? ബാംഗ്ലൂരൊക്കെ പോയി 2-3 ഫാംസ് വിസിറ്റ് ചെയ്തു. ഊട്ടിയിലൊന്ന് പോയി. പിന്നെ ഇത് ഇന്റർനെറ്റിൽ കയറി അതിനെ പറ്റി എല്ലാം ഒന്ന് പഠിച്ചു. പിന്നെ അങ്ങ് ചെയ്തു. എല്ലാം അതിൽ തന്നെ ഉണ്ടായിരുന്നു. ബെഡ് എടുക്കുന്ന ഹൈറ്റും എല്ലാം നെറ്റിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് കിട്ടി. പഠിച്ചു അല്ലേ? അപ്പൊ ഈ ഒരു ഇപ്പൊ കുറെ പൂക്കളുണ്ടല്ലോ, അപ്പൊ ഇത് എത്ര സ്ഥലത്താണ് ചെയ്തിരിക്കുന്നത്? ഇതിപ്പം 1000 സ്ക്വയർ മീറ്ററിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഏകദേശം 30 സെന്റ്സ് വരും. അവിടെ നമ്മൾ പോളി ഇത് നെറ്റ് ഇട്ടിട്ട് ഇത് ചെയ്തേക്കുന്നു. അപ്പൊ ഇപ്പൊ മഴയൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ് ഇതിന് ഈ ഒരു എങ്ങനെയാണ് ഈ സ്ഥലം? കുമളിയിലൊക്കെ പറയുമ്പോൾ എപ്പോഴും മഴയൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഇതാണല്ലോ, എങ്ങനെയാ അത് ഈ പൂക്കൾ കൃഷിക്ക് പറ്റുന്നതാണോ? മഴ നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ബാംഗ്ലൂരൊക്കെ കിട്ടുന്ന ഒരു ഫ്രീഡം നമുക്ക് ഇവിടെ കിട്ടാറില്ല ഇതൊക്കെ ചെയ്യാനായിട്ട്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ അസുഖങ്ങളും കൂടുതൽ കെയറും എല്ലാം ആവശ്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങളെയൊക്കെ കെയർ ചെയ്യുന്ന അതുപോലെ കെയർ ചെയ്യേണ്ടി വരുന്നുണ്ട് ഇവിടെ. മരിയ, എന്തായാലും ഇപ്പൊ കുറെ പൂക്കളുടെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്, ഇതിന്റെ ഒരു നടിയിൽ രീതി എങ്ങനെയാണ് ഇതിന് ഇതൊക്കെ നടുന്നത്, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ അതൊക്കെ ഒന്ന് വിശദമായിട്ട് പറയാമോ? ഇതിപ്പം 1.5 അടി ഹൈറ്റിലാണ് ബെഡ് ചെയ്തേക്കുന്നത്. ഇത് ചെയ്തേക്കുന്നത്. പിന്നെ വിട്ട് നമ്മൾ ട്രയലായിട്ട്
30 സെന്റിമീറ്റർ 40 സെന്റിമീറ്റർ അങ്ങനെ ഈ മണ്ണെടുത്തിരിക്കുന്നത് മണ്ണെടുത്തേക്ക് വിട്ട് അങ്ങനെ ചെയ്തേക്കുന്നുണ്ട്. പിന്നെ ഓരോ പ്ലാന്റ്സും 20 സെന്റിമീറ്റേഴ്സ് അപ്പാർട്ടാണ് നട്ടേക്കുന്നത്. ശരി ശരി. അതെ, ഈ പരസ്പരം അതിന്റെ ലീഫിനൊക്കെ അങ്ങനത്തെ ഒരു അതെ അതെ. അതിനകത്ത് ചില ചെടിക്ക് 1-2 പ്ലാന്റ്സിന് വ്യത്യാസമുണ്ട്. ലീവ്സ് വലുതാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ 25 സെന്റിമീറ്റേഴ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വളരുന്ന അനുസരിച്ച് പ്രൂൺ ചെയ്ത് കൊടുക്കും. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അല്ലേ? അപ്പൊ മരി, ഇത് എപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ഇങ്ങനെ ഒരു ഫാം? ഇതിപ്പോ കഴിഞ്ഞ മാർച്ചിലാണ് പ്ലാന്റ് ചെയ്തത്. ഏറ്റവും വേഗം പൂ തരുന്ന ഒരു ഡേസി വെറൈറ്റി വരുന്ന ഒരു ചെടിയാണിത്. അപ്പൊ മെയിലായപ്പോ നമുക്കിതിന് പൂ ഉണ്ടായി. അപ്പൊ ആ ഒരു 3 മാസം ശരിക്കും പറഞ്ഞൊരു കാത്തിരിപ്പായിരുന്നു. നല്ല കാത്തിരിപ്പായിരുന്നു. ആദ്യം വെച്ചൊരു കളർ വെറൈറ്റി ഏതായിരുന്നു? ആദ്യം കിട്ടിയ പൂ വൈറ്റ് ആയിരുന്നു. ബ്ലാക്ക് സെന്ററിൽ വരുന്ന വൈറ്റില് ബ്ലാക്ക് സെന്റർ വരുന്നത് ഐസ് ക്യൂൻ എന്ന് പറയും. അതിനാണ് ഞാൻ വരുമ്പോഴേ ശ്രദ്ധിച്ചു, ഓരോന്നിനും ഓരോ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓരോ വെറൈറ്റിക്ക് ഓരോ വെറൈറ്റിക്ക് ഓരോ പേരുണ്ട്. നമുക്കിവിടെ ആകെ 6 കളേഴ്സ് ഉണ്ട്. പക്ഷെ വെറൈറ്റീസ് ഉണ്ട്, അതിലും കൂടുതലുണ്ട്. ഓരോ കളറിലും ഡിഫറെന്റ് വെറൈറ്റീസ് ഉണ്ട്. അതായത് അതിന്റെ അകത്ത് സെന്ററിലുള്ള കളർ വെച്ചിട്ട് ബ്ലാക്ക് സെന്റർ വരുമ്പോ ബ്ലാക്ക് ഐ എന്ന് പറയും. അങ്ങനെ ഓരോ ഫ്ലവർ നോക്കുമ്പോഴും ഉണ്ട്. ഒരു സെറ്റ് ഓഫ് ഒരു ഏരിയയില് ഓരോ വെറൈറ്റിയാണ് കളർ ഉണ്ടെങ്കിൽ തന്നെ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ ഇപ്പൊ റെഡ് ആണെന്ന് ഫീൽ ചെയ്യുവാണെങ്കിലും അതിന് പല റെഡിൽ തന്നെ പെറ്റൽസിന്റെ റെഡിലുള്ള വെറൈറ്റി ഇപ്പൊ നമ്മളിവിടെ ചെയ്തേക്കുന്നത് പെറ്റൽസിന്റെ സൈസിലാണ്. ഇതൊരു 1 ലെയർ പെറ്റലേ ഉള്ളൂ. അതിന് 3 ലെയർ പെറ്റൽ വരെ ആ സൈഡിലോട്ടുണ്ട്. വൈറ്റിലാണെങ്കിൽ അകത്ത് ഒരു ഗ്രീൻ പോർഷൻ ആണ് മിഡിലില് ഒരു സെറ്റിന്. പിന്നെ അകത്തൊരു ഓഫ് വൈറ്റ് കളറിൽ ബ്ലാക്ക് സെന്റർ വരുന്നത്. അതൊരു നല്ല മൂവിങ് ആയിട്ടുള്ള ആൾക്കാർ ചോദിക്കുന്ന ഒരു വെറൈറ്റിയാണ്. പിന്നെ ഒരു പീച്ച് കളർ ഉണ്ട്. അതും ഒരു വളരെ ഇവിടെ നമ്മളാണ് ആദ്യമായിട്ട് ആ കളർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ചെയ്യുന്നത് കേരള മാർക്കറ്റിൽ. അല്ല, ബാംഗ്ലൂരിൽ നിന്നും 1-2 പേരോട് വിസിറ്റ് ചെയ്തപ്പോൾ അവർക്കും ആ കളർ വളരെ ഇഷ്ടമായി. നമ്മളിവിടെ ഒരു ഡച്ച് കമ്പനിയുടെയാണ് പ്രീസ്മെൻ എന്ന് പറഞ്ഞിട്ട്, അവരുടെയാണ് പ്ലാന്റ്സ് നമ്മൾ എടുത്തേക്കുന്നത്. AVT-യിലാണ് അവർ ചെയ്ത് തന്നേക്കുന്നത്. അപ്പോൾ ഈ പീച്ചൊക്കെ എങ്ങനെയാണ് കളേഴ്സ് ഒക്കെ നിങ്ങൾ സെലക്ട് ചെയ്യും അവിടെ ചെന്നിട്ട്? എങ്ങനെയാണ് അതിന്റെ? അത് അവർ പ്രീസ്മെന്റെ ഒരു ബ്രോഷർ അവർ തന്നു നമുക്ക് ആദ്യം. അതിൽ നിന്ന് നമ്മൾ കളർ സെലക്ട് ചെയ്തു. അപ്പോൾ എല്ലാം മരിയക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കളേഴ്സ് ഉണ്ട് അതിനകത്ത്. വളരെ വലിയ റേഞ്ച് ആണ്. നമ്മളിവിടെ പറ്റുന്ന പോലെ നമ്മളങ്ങ് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടും കൂടെ അങ്ങ് വെച്ചങ്ങ്. പ്രത്യേകിച്ച് ഒരു കേരള ഒരു ടേസ്റ്റ് ഒക്കെ നോക്കിയിട്ട് വേണമായിരിക്കുമല്ലോ ചെയ്യുന്നത് അല്ലേ? അതെ അതെ. നമ്മുടെ ഇവിടെ ഏറ്റവും നമ്മൾ ഫംഗ്ഷൻസിനൊക്കെ കാണുന്ന കളേഴ്സ് ആണ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഓക്കെ. ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഉള്ള ഒരു മാസം ഒക്കെ എങ്ങനെയാണ്? അങ്ങനെ എന്തെങ്കിലും സ്റ്റഡി ചെയ്തോ? ആണ്, ഇത് സീസണിലാണ് ഇതിന്റെ. ഇപ്പൊ നമ്മളുടെ ഇവിടെ കന്നിമാസം കർക്കിടക മാസം ഒക്കെ ഇതിനൊരു ഡള്ളാണ് മാർക്കറ്റ്. ശരി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പൂക്കളാണല്ലോ നമ്മൾ അങ്ങനെ വിചാരിക്കുന്നത്. അപ്പൊ ഇത്തരം പൂക്കൾക്കും അങ്ങനെയുണ്ടല്ലേ? ഇത്തരം പൂക്കൾക്കും അങ്ങനെയുണ്ട്. വിലയുടെ കാര്യത്തിലും അങ്ങനെയുണ്ട്. നമുക്ക് ശരിക്കും നോക്കിയാൽ അറിയാം. ഇതിപ്പോ ഈ വർഷം പ്രത്യേകിച്ച് ഞാൻ ശ്രദ്ധിച്ചു, ഫംഗ്ഷൻസ് ഒക്കെ വളരെ കുറവാണ്. ഇനിയിപ്പോ ഒരു വരുന്ന സമയം ഡിസംബർ ജനുവരി ഒക്കെ ആകുമ്പോഴത്തേക്കും ഒത്തിരി ഒക്കേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. ഒത്തിരി ഇവന്റ്സും വലിയ വലിയ ഇവന്റ്സ് ഒക്കെ നമുക്ക് നടക്കുന്നുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ടാണ് അതിന്റെ വിലയും. പിന്നെ കൂടുതലായിട്ട് ബാംഗ്ലൂർ മാർക്കറ്റാണ് ഇതിന്റെ വിലയെല്ലാം നിശ്ചയിക്കുന്നത്. അവർക്കും ഉണ്ട് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോരോ മാസങ്ങൾ. അപ്പൊ അവിടെയും ഇതുപോലെ കർക്കിടക മാസത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ വരുന്നൊരു മാസം അവിടെയും കല്യാണങ്ങളൊന്നും ഇല്ല. അവിടെയും ഡിമാൻഡ് ഇല്ല. അങ്ങനെയാണ് ഇത് പോകുന്നത്. ഇപ്പൊ എന്തെങ്കിലും കയറ്റുമതിക്കോ അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടോ? അതോ ഇവിടെ കേരള വിപണി മാത്രമാണോ ലക്ഷ്യം? അങ്ങനെ 1-2 പേര് ഞങ്ങളെ മീറ്റ് ചെയ്തായിരുന്നു. പക്ഷെ നമുക്ക് സൗകര്യം ഇപ്പൊ എന്നെ കൊണ്ടാണെങ്കിലും ഇവിടെ തന്നെ പാക്ക് ചെയ്ത് ഒരുമിച്ചങ്ങ് ചെയ്യാനാണ്. റീറ്റെയിൽ ആയിട്ടാണ് പലരും 200 പൂ തരാവോ 300 പൂ തരാവോ എന്നൊക്കെ ചോദിച്ചു വരുന്നുണ്ട്. പക്ഷെ അത് നമുക്കൊട്ടും പ്രാക്ടിക്കൽ അല്ല. അത് ഡെയിലി വൈകുന്നേരം അതിന് വേണ്ടി പിന്നെയും ഇതാകുമ്പോൾ ഒരുമിച്ച് ഓരോ പൂവും നമ്മൾ എടുത്തിട്ട് പ്ലാസ്റ്റിക് റാപ്പ് ചെയ്ത് അത് 10 എണ്ണത്തിന്റെ ബഞ്ചാക്കി കാർട്ടണിലാക്കിയാണ് അയക്കുന്നത്. അപ്പൊ ഇത് പൂ ഒട്ടും കേടാവാതെ എത്ര ദിവസം വരെ നമുക്ക് ഈ പൂ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും? അതൊരു 10 ദിവസം വരെ വെള്ളത്തിൽ വെക്കണം. വെള്ളത്തിൽ വെച്ചാൽ ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ട്.